കേരളം ഇന്ന് ഡ്രഗിലേക്ക് വഴുതി വീഴുന്നു. പലതരം ഡ്രഗ് ഇന്ന് നമ്മുടെ കമ്പോളത്തിലെത്തിയിരിക്കുന്നു. ഞാൻ പി ജേക്കബ് കുര്യൻ, റിട്ടയർഡ് പ്രൊഫസർ, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, ആൽവി. സുഹൃത്തുക്കളെ, MDMA അഥവാ മോളി അഥവാ എക്ടസി അഥവാ 3,4-മെത്തിലിൻ ഡൈഓക്സി മെത്ത് ആംഫിറ്റാമിൻ, ഇതുകൂടാതെ മെത്താംഫിറ്റാമിൻ ഉണ്ട്. ഇത് രണ്ടും സിന്തറ്റിക് ഡ്രഗാണ്. ഇത് ആസക്തി ഉണ്ടാക്കുന്ന, അതായത് സ്റ്റിമുലൻ്റ് കൂടിയാണ്. നമുക്കിന്ന് ഇത് കൂടാതെ ഇന്ന് നമുക്ക് ഹെറോയിനുണ്ട്. അത് ഓപ്പിയം പോപ്പി എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു ഡ്രഗാണ് ഹെറോയിൻ. ഇതിൻ്റെ തന്നെ റോ ഫോം, അതായത് 20 മുതൽ 40% ഹെറോയിനുള്ള ഒന്നാണ് ബ്രൗൺ ഷുഗർ. ഹെറോയിൻ ഒരു പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓപ്പിയം പോപ്പി എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് അത് ലഭിക്കുന്നത്. അതിൻ്റെ തന്നെ റോ ഫോം, അത് 20-40% ഹെറോയിൻ ഉള്ളതായ ഒരു ഫോം, അതാണ് ബ്രൗൺ ഷുഗർ. ഇതുകൂടാതെ ഒരു ഫംഗസ് പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒന്നാണ് LSD എന്ന് പറഞ്ഞാൽ ലൈസേർജിക് ആസിഡ് ഡൈ ഈഥൈൽ അമൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ലൈസേർജിക് ആസിഡ് ഡൈ ഈഥൈൽ അമൈഡ്, LSD. ഇതുകൂടാതെ നമുക്ക് ഈ കൊക്കോ പ്ലാന്റിൽ നിന്ന് കൊക്കൈൻ ലഭ്യമാണ്. കൊക്കൈൻ. അതുകൂടാതെ പലതരത്തിലുള്ളതായ ഡ്രഗ് ഫോമുകൾ കാനബീസ് അഥവാ കഞ്ചാവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഗാഞ്ച എന്ന് പറയും. അതായത് ഫീമെയിൽ ഫ്ലവറിങ് പാർട്ട് ഓഫ് ദി കാനാബീസ്, കഞ്ചാവ് ചെടിയുടെ ഫ്ലവറിങ് പാർട്ട് വരുന്നതാണ് ഇത് ഗാഞ്ച. അതിൻ്റെ റെസിൻ കംപ്രസ് ചെയ്തെടുക്കുന്നതാണ് ഹാഷിഷ്. ഇത് കൈകൊണ്ട് കംപ്രസ് ചെയ്യുമ്പോഴാണ് ചരസ് എന്ന് പറയുന്നത് കിട്ടുന്നത്. ഈ പ്ലാന്റ് ഉണങ്ങിയെടുക്കുമ്പോൾ നമ്മൾ അതിനെ മരിജ്വാന എന്ന് പറയും. ഇത് കൂടാതെ നമുക്കറിയാം കെറ്റാമൈൻ എന്ന് പറയുന്ന ഡ്രഗും നമുക്ക് ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. ഇത് അനസ്തേഷ്യയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഡ്രഗാണ്. ഇനിയും ഇതെല്ലാം കൂടാതെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗുണ്ട്. അതിൻ്റെ പേരാണ് ഫെൻറ്റനൈൽ. എന്നാൽ ഇത് കേരളത്തിൽ എത്തിയതായിട്ട് ഇതുവരെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അമേരിക്കയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗാണിത്. 2 മില്ലിഗ്രാം മാത്രം മതി മരണത്തിലേക്ക് നമ്മെ ആനയിക്കാൻ. അങ്ങനെ 2023-24 അമേരിക്കയിൽ 57,000 പേരാണ് മരണമടഞ്ഞത്. ഇത് നമ്മളുടെ ചെറുപ്പക്കാരുടെ കൈ കിട്ടിയാൽ നമ്മുടെ തെരുവീതികളിൽ ഇതെല്ലാം ഇവരെ കിടക്കുന്നതായിട്ട് കാണേണ്ടി വരും. സുഹൃത്തുക്കളെ, ഈ ഡ്രഗുകളെല്ലാം തന്നെ നമ്മുടെ വികാരങ്ങളെയും നമ്മളുടെ പെരുമാറ്റ രീതികളെയും അതിനപ്പുറത്ത് നമ്മളുടെ അറിവിൻ്റെ അതിർവരമ്പുകളെയും മാറ്റി മറിക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സുഹൃത്തുക്കളെ, 2025 ജാനുവരി മുതൽ ഏതാണ്ട് ജൂൺ വരെ ഉള്ള 5 മാസക്കാലത്തിനുള്ളിൽ നമ്മളെ പോലീസ് പിടിച്ചെടുത്തത് 6.19 കിലോഗ്രാം MDMA ആണ്. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത 5 മാസത്തിൽ ഇതിൻ്റെ ഇരട്ടി MDMA ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. 2025 ജാനുവരി മുതൽ ഏതാണ്ട് സെപ്റ്റംബർ വരെ ഉള്ള ഈ സമയത്ത് പല ഡ്രഗുകൾ സംബന്ധിച്ച് 25,262 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2025 ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് 558 കുട്ടികളാണ് നമ്മളുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കടന്നു വന്നത്. 2025 ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ 63 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു. അതിൽ 30 എണ്ണവും ഡ്രഗിൻ്റെ സ്വാധീനത്തിലാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് മാതാപിതാക്കന്മാർ പരസ്പരം കൊല്ലുന്നു, മാതാപിതാക്കന്മാർ കുട്ടികളെ കൊല്ലുന്നു, കുട്ടികൾ മാതാപിതാക്കന്മാരെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, ചെറുപ്പക്കാരോട്
സംസാരിക്കാൻ നമുക്ക് പേടി തോന്നുന്നു. കൂടാതെ നമുക്ക് ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, എല്ലാവരെയും സംശയദൃഷ്ടിയോടെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ കേരള ജനതയെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ഇതിൻ്റെ ആധിപത്യം, ഡ്രഗിൻ്റെ ആധിപത്യം നമുക്ക് ഒഴിവാക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നാം ചെയ്യണം. സുഹൃത്തുക്കളെ, അതിന് നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.